നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത് NSSും SNDPയും തമ്മിലുള്ള യോജിപ്പിനെ സംബന്ധിച്ചുള്ളതാണ്. ആ യോജിപ്പിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യം എന്നുള്ളതാണ് നമ്മളിപ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. സാറേ, അപ്പോൾ എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് അഭിപ്രായം? സാർ ഒരു നായരാണല്ലോ, അപ്പോൾ ഈ NSS SNDP സഖ്യം, ആ സഖ്യത്തെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇതൊരു നല്ല കാര്യമാണോ, അതോ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി രണ്ടുപേരും കൂടി താൽക്കാലികമായി കൂട്ടിക്കെട്ടുന്നൊരു മുന്നണി മാത്രമാണോ? ഇത് ഒരു പരിധി കഴിഞ്ഞാൽ താൽക്കാലികമായി കൂട്ടിക്കെട്ടുന്നൊരു മുന്നണിയാണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം യോജിപ്പുകൾ, കാതലായ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവും. ഇവിടെ പക്ഷേ ഇത് ഇപ്പോൾ ഈഴവരും നായരും തമ്മിലുള്ള സ്പർദ്ധ തുടങ്ങുന്നത് എങ്ങനെയാണ്? പണ്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഈഴവർ വളരെ താഴ്ന്ന ജാതിക്കാരെ അല്ലെ സവർണനാണ്, ഞങ്ങളെ തൊടിയില എന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു ചരിത്രമുണ്ട്. നായരെക്കാൾ കൂടുതലോ അല്ലെ നായരുടെ ഒപ്പമോ എല്ലാ രംഗത്തും മേധാവിത്വം പുലർത്തിയിരുന്നാണ് ഈഴവർ. ഇപ്പം മാർഷ്യൽ ആർട്സ്, ആയോധന കലയിൽ മലബാറിലെ ഉണ്ണിയാർച്ച ഒക്കെ നമ്മൾ കഥയാണെങ്കിൽ പോലും ആരോപിച്ച ഇതെല്ലാം ഒരേ തലത്തിൽ നായന്മാരുടെ ഒപ്പം നിന്നിരുന്നവർ. തച്ചോളിയതിൻ്റെ ഒപ്പം തന്നെ ആരോപിച്ചവരും ഉണ്ടായിരുന്നു. അപ്പം ആ അതുപോലെ സാഹിത്യകാരന്മാർ കുമാരനാശാനാരായിരുന്നു, MK ലാസ്റ്റ് എടുത്ത MK സാനുമാരായിരുന്നു. അങ്ങനെ ഒത്തിരി സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. വ്യവസായികൾ, ചാന്നാർ, പണിക്കർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജാവ് കാർ മേടിക്കുന്നതിൻ്റെ കഴിഞ്ഞാൽ രണ്ടാമത് മേടിക്കുന്ന ആളായിരുന്നു ചാന്നാർ പണിക്കർ. പിന്നെ വൈദ്യത്തിലെല്ലാവരും ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഈഴവരുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ MBBS ആയിരുന്നു കുട്ടിയാൽ മതി. അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന വൈദ്യന്മാരാണ്. എന്തിന് യാഥാസ്ഥിതിക ഹൈന്ദവതയുടെ താന്ത്രിക വിദ്യയിലെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ, അധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ പറവൂർ തന്ത്രികളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ശ്രീധരൻ തന്ത്രി. ഇപ്പം നമുക്ക് ചോദ്യം ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന രാജീവ് കണ്ഠരർ പോലും എന്തെങ്കിലും താന്ത്രിക വിദ്യയിൽ അവർ സംശയം വന്നാൽ ചോദിക്കാൻ പോകുന്നത് പറവൂർക്കാണ് കാർ വിടുന്നത്. അത്രയ്ക്ക് മാത്രം അധികാരമുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈഴവരുടെ ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണാതിരുന്നത്, നടന്ന ട്രാൻസ്ഫോർമേഷൻ ഇവരെ വെറും ചെത്തുകാരുമാക്കി മാത്രം മാറ്റുന്നതിൽ ആര് വിജയിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു. CPM ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം പ്രധാനപ്പെട്ട തൊഴിൽ ചെത്തെന്നുള്ള തൊഴിലുണ്ടായിരുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെത്തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത് ചെത്തൊഴിലാളികൾ കൂടെ ഈഴവരെ കാണാൻ തുടങ്ങി. കേരം തിങ്ങുന്നത് കേരള നാടായിരുന്നു. അപ്പം ചെത്തിന് ഒരു പഞ്ഞവുമില്ലായിരുന്നു. അപ്പം ആ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈഴവ സമുദായത്തിൻ്റെ അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു കയറുന്നത്. ഇവർ പോയില്ല. കോൺഗ്രസ് മറ്റുള്ളവരെ ചെത്തുകാരെ സംഘടിപ്പിക്കാൻ പോയില്ല. അവരെ ജാതീയമായി സംഘടിപ്പിക്കാനായിട്ട് നോക്കിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നേ അത് നോക്കി. അതിൻ്റെ മെച്ചം അവർക്ക് ഇപ്പോഴും കിട്ടുന്നു. CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിനേക്കാൾ പ്രധാനം ചെത്തൊഴിലാളി യൂണിയൻ ഓഫീസിന് കിട്ടി. ഗുരുമന്ദിരത്തേക്കാൾ കൂടുതൽ പ്രധാനം ചെത്തൊഴിലാളി യൂണിയൻ ഓഫീസിന് കിട്ടി. അങ്ങനെ വന്നാണ് ഈ ഈഴവ കമ്മ്യൂണിറ്റി പതുക്കെ മറ്റ് രംഗങ്ങളിലെല്ലാം പോകും. പക്ഷെ അവരുടെ ആ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്ന മേഖലകളെ എല്ലാവരും മറക്കുകയും ചെത്ത് മാത്രം അവരുടെ കുലത്തൊഴിലാക്കി അടിച്ച് ഏൽപ്പിക്കുകയും ചെയ്യപ്പെട്ടു. ഇന്നലെ സുകുമാരൻ നായരെ കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ NSS സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചെത്ത് പഠിപ്പിക്കാൻ തുടങ്ങുന്നതായിരിക്കും. കളിയാക്കിയിട്ടുള്ളതാണ്, ഒരു പരിഹാസമാണ്. അപ്പോൾ ഇത് മാനസികമായിട്ട് യോജിക്കാത്ത നായർമാർ ഒത്തിരി പേരുണ്ട്, ഈഴവർ ഒത്തിരി പേരുണ്ട്. ആ യോജിപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? നിങ്ങൾ മുമ്പ് പറഞ്ഞ് വായിക്കാൻ വന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഹിന്ദു മഹാമണ്ഡലത്തിൽ ശങ്കറും മന്നം കൂടെ ചേർന്ന് മന്നം കരഞ്ഞെന്ന് പറഞ്ഞു. ഈ യോജിപ്പ് ഉണ്ടാകാത്തതിൻ്റെ പേരിൽ, ആ യോജിപ്പ് ഉണ്ടാകാത്തതിൻ്റെ കാരണം അല്ല, അത് ഞാനിപ്പോൾ ഒന്ന് വായിക്കും. ഇതിനെ സംബന്ധിച്ച് 1940 ഭാരതകേസരിയായ മന്നത്ത് പത്മനാഭനും ഒപ്പം നിൽക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായിരുന്നു ശങ്കറും ചേർന്നിട്ടാണ് ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി അവരൊന്നിച്ച് മുന്നേറാനായിട്ട്. അന്ന് ആ സഭയിൽ മന്നത്ത് പത്മനാഭൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് കൊല്ലത്തുള്ള, അത് ചരിത്രമാണ്. അപ്പോൾ ഈ ജാതി സ്പർദ്ധകൾ നൂറ്റാണ്ടുകളായി നിലനിന്ന ജാതിവൈര്യം കാരണം നായർ ഈഴവ വിഭാഗങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ മടിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായി. വികാരഭരിതമായ പ്രസംഗം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഹിന്ദുക്കൾ ഒന്നിക്കണം, നമ്മൾ ഒരേ രക്തമാണ് എന്ന് ഉദ്ബോധിപ്പിക്കുന്നതിനിടയിൽ ജാതിയുടെ പേരിൽ സമൂഹം നേരിടുന്ന തകർച്ചയെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹം വേദിയിൽ വെച്ച് വിതുമ്പി. ഐക്യത്തിനായുള്ള ആഹ്വാനം മന്നത്തിൻ്റെ ഈ കണ്ണീർ സമ്മേളനത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചു. ഒരു സമുദായ നേതാവ് എന്നതിലുപരി ഒരു ഹിന്ദു നേതാവായി അദ്ദേഹം മാറിയ നിമിഷമായിരുന്നു അത്. ഇതിൻ്റെ പ്രാധാന്യം മന്നത്ത് പത്മനാഭൻ വെറുമൊരു നായർ സമുദായ നേതാവായി ഒതുങ്ങാതെ പിന്നോക്ക വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ അടയാളമാണ്
അടയാളമായാണ് ചരിത്രം ഈ സംഭവത്തെ കാണുന്നത്. അപ്പോൾ അത് ഈ അങ്ങനെ ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമം അവരുടെ ഭാഗത്ത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഇതെങ്കിൽ നല്ലതാണ്. ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. ഉപയോഗിച്ചാട്ടെ. ഇവിടെ മന്നത്തുരാമൻ്റെയും ആർ ശങ്കറിൻ്റെയും, ആർ ശങ്കർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയാനാണ്. ആർ ശങ്കറിൻ്റെ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ സുകുമാരൻ നായർ നമുക്ക് പ്രതിഷ്ഠിക്കണം. അവരുടെ ആശയങ്ങളെങ്കിലും അവർ പിന്തുടരുന്നുണ്ടെന്ന് നമുക്ക് സമാധാനിക്കുമല്ലോ സാർ. അവരുടെ അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും അവർക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് അവരുടെ ജന്മത്തിൽ നമുക്ക് സമാധാനിക്കുമല്ലോ. അത്ര ഇനി അടുത്തത് നായർ ഈഴവ ഐക്യം എന്ന് പറയുന്നത്, ആ രണ്ട് വാക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി ഹൈന്ദവ ഉപജാതികൾ ഒത്തിരിയുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു പടം കണ്ടു, യഥാർത്ഥ കേരളം ഇതാണെന്ന് പറഞ്ഞു. ആദിവാസികൾ പട്ടിണി കൂരയില്ലാതെ മണ്ണിലിരിക്കുന്നത്. അപ്പോൾ അതും അവരും ഈ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്, അവരും ഹൈന്ദവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു യോജിപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാതെ ഇപ്പോൾ ഈ രണ്ട് കൂട്ടർ സേഫ് സോണിൽ നിൽക്കുന്ന രണ്ട് സമുദായങ്ങളാണ് ആരെ നായന്മാരും അവർ പല രംഗത്തും എന്തെല്ലാം ഉണ്ടെന്ന് പറയാനും. പിന്നെ താങ്കൾ പറഞ്ഞാൽ വേറൊരു ഗുണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഈ രണ്ട് സമുദായത്തിൻ്റെ പ്രത്യേകത, ഇവർ തമ്മിൽ എവിടെയെങ്കിലും സ്വത്തിന് വേണ്ടിയോ അമ്പലത്തിലെ തർക്കത്തിന് വേണ്ടിയോ ഒരിക്കലും അടിയോ വഴക്കോ ഉണ്ടായി ഒരിക്കലും ഉണ്ടായില്ല. കേരളത്തിൻ്റെ പാറശാല മുതൽ അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് വരെ നോക്കാമെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളിലും നായരും ഈഴവരും തമ്മിലടിക്കുകയോ എന്തെങ്കിലും കല്ലെറിയുകയോ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു സംഭവം. ജാതി സ്പർദ്ധ എന്നൊക്കെ പറയും. പക്ഷേ ഇവർ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് സാർ, ഒരു നായർ നിന്നാൽ വോട്ട് ചെയ്യാതിരിക്കാൻ ഈഴവർ നോക്കുക, ഈഴവർ നിന്ന് വോട്ട് ചെയ്യാതിരിക്കാൻ നായർ നോക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു സാർ. SNDPയും NSSും അല്ലെ പിന്നെ NDPയും അതുപോലെ SRPയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ തമ്മിലൊരു ഒരിക്കലും യോജിപ്പുണ്ടായിരുന്നില്ല. അല്ല, ആ സ്പർദ്ധ അത്രയും വർദ്ധിച്ചത് വിമോചന സമരം കൂടാണ്. വിമോചന സമരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിമോചന സമരത്തിലെ രണ്ട് മുദ്രാവാക്യങ്ങൾ, ഒന്ന് കേരള കൗമുദി സുകുമാര, കേരള കൗമുദി സുകുമാര വിടില്ല ഞങ്ങൾ വെറുതെ, വിടില്ല നിന്നെ വെറുതെ കേരള കൗമുദി സുകുമാര വെറുതെ വിടില്ല ഞങ്ങൾ ഓർത്തോളൂ. കേരള കൗമുദി സുകുമാരൻ എന്ന് പറയുന്നത് ഈഴവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം കേരള ഇപ്പോഴും. ആ കേരള കൗമുദി സുകുമാരൻ EMS ഗവൺമെൻറ്റിന് അടുത്ത വർഷം മാർക്സിസ്റ്റ് CPM ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു. CPM എന്ന് പറയാൻ പറ്റില്ല, CPI ഗവൺമെൻറ് അനുകൂലമായിരുന്നു. അപ്പോൾ കേരള കൗമുദി സുകുമാരൻ അങ്ങനെ നടക്കുമ്പോൾ ഇപ്പുറത്ത് നായന്മാരുടെ ദേശബന്ധു എന്ന് പറഞ്ഞ പത്രമുണ്ട്, മന്നത്തെടുപ്പനുണ്ട്. അതിന് ബദലായിട്ട് ഈഴവരെ കൊണ്ട് സുകുമാരൻ കേരള കൗമുദിക്ക് വിളിപ്പിക്കാൻ പറ്റിയ മുദ്രാവാക്യം എന്നറിയോ, തേരിലേറി മടക്കും മന്നം. ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ചേർന്ന് മന്നത്തെ തേരിലാണ് കൊണ്ടു നടക്കുന്നത്. ഞങ്ങളുടെ നായകനുള്ള മട്ടിൽ തേരിലേറി നടക്കും മന്നം നേരെ പൊരുതി ജയിക്കട്ടെ, നേരെ പൊരുതി ജയിക്കട്ടെ. അപ്പം അതിന് മുമ്പ് ആ മുദ്രാവാക്യം വിളിക്കാൻ മുമ്പ് നേരം ഈഴവരാണ്, കേരള കൗമുദിയാണ്. അപ്പോൾ ഈ രണ്ട് മന്നത്തിനെയും കേരള കൗമുദിക്കാരെ അല്ലെ SNDP നേതാക്കളെയും രണ്ട് ചേരിയിലാക്കി ആ സ്പർദ്ധ വളർത്തിയെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിമോചന സമരം. അത് തെറ്റോ ശരിയെന്നുള്ള രണ്ടാമത്തെ കാര്യം. അവിടെ തൊട്ട് തുടങ്ങിയ സ്പർദ്ധയാണ് വീണ്ടും തുടരുന്നത്. പക്ഷെ പിന്നെ ആ വിമോചന സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ ഈ ജാതി സംവരണവും സാമ്പത്തിക സംവരണവും അല്ലയോ അടുത്ത കാലത്ത് നമ്മുടെ കണ്ണിൽ കൃത്യമായി കണ്ട ഒരു എതിർപ്പുണ്ടായിരുന്ന സംഭവം? അല്ല, NSS സാമ്പത്തിക സംവരണത്തിന് വേണമെന്ന് പറയുമ്പോൾ SNDPയും അതുപോലുള്ള മറ്റ് പിന്നോക്ക സംഘടനകളും ജാതി സംവരണത്തിന് വേണ്ടി നിലനിൽക്കുന്നു. അതിൻ്റേതായ കാരണമുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇവരാരും പറയുന്നില്ല. യഥാർത്ഥ പ്രശ്നം തൊഴിലില്ല. ഇപ്പോൾ 100% സംവരണം നായന്മാർക്ക് കൊടുത്തിട്ട് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ 100% നായന്മാരെ മാത്രം നിയമിക്കുക എന്നൊരു തീരുമാനം എടുത്താലും പിന്നെ നായരും മിച്ചം നിൽക്കും തൊഴിലില്ലാതെ. ഇവിടെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അല്ലെ മുഴുവൻ ജോലി ഈഴവന് കൊടുത്താൽ അവിടെ മിച്ചം നിൽക്കും. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തവൻ തമ്മിൽ തെളിയിക്കുക എന്നുള്ളതാണ് ലാഭം. അത് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ സംഭവത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആലോചന ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ യോജിപ്പാണ്. ഇത് ഇവർക്ക് രണ്ടുപേർക്കും, വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായരും യോജിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഇടയിലെ ഏറ്റവും വലിയ തടസ്സം ഇവർക്ക് ഇവരുടേതായ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒത്തിരി പ്രശ്നങ്ങൾ സുകുമാരൻ നായർക്കുണ്ടാവും, ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനുണ്ടാവും. UDF വരുമ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും അതിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളും വഹിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗിനടുക്കൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്കൂളിൻ്റെ കാര്യത്തിനോ ഒരു ഇതിൻ്റെ കാര്യങ്ങൾക്കോ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അവർക്കൊരു സഹായകരമായ നിലപാട് അവർ സ്വീകരിക്കത്തില്ല എന്നുള്ളതായിരിക്കുമല്ലോ. ഏതെങ്കിലും ക്രിസ്ത്യാനിയും ചിലപ്പോൾ ആയിരിക്കാം. എന്നാലും ഇതേ പ്രശ്നം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു അനിശ്ചിതാവസ്ഥ
വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളെ ഇടേണ്ടി വരുന്നു, അല്ലെ വ്യവസായ രംഗത്ത് എന്തെങ്കിലും പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനോ ലൈസൻസ് കിട്ടാനോ ഞങ്ങൾ ആരെ കാണേണ്ടി വരുന്നു, BASFനെ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ക്രിസ്ത്യൻസിനെ കാണേണ്ടി വരുന്നു. അപ്പോൾ ഈ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വ്യവസായ മന്ത്രിസ്ഥിരം കുഞ്ഞാലിക്കുട്ടിയായിരുന്നു, ഇപ്പോൾ രാജീവ. ഇപ്പോഴെന്ന് വെച്ചാൽ ശിവൻകുട്ടിയാണ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ബിന്ദുവാണ്, ഇവരൊക്കെ നയന്മാരാണ്. അപ്പൊ അതുപോലെ തന്നെ രാജീവുണ്ട്, അതുപോലെ തന്നെ അപ്പോൾ ഇത്തരം പ്രമുഖ വകുപ്പുകളൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ഒരു സന്തോഷമാണ്. അത് അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്നുള്ളതാണോ എൻ്റെ ഒരു കാര്യം? അതോ VD സതീശനോടുള്ള എതിർപ്പാണോ ഇപ്പം ഉള്ള സംഭവം? അല്ല, ഇവരുടെ താല്പര്യം അല്ല. സുകുമാരനാർക്ക് നായർ സ്നേഹത്തെക്കാൾ കൂടുതൽ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടെന്നുള്ള തിരുവനന്തപുരം മാറ്റി രമേശ് ചെന്നിത്തല കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടതാണ്. താക്കോൽ സ്ഥാനം മേടിച്ചു കൊടുത്ത് ആർക്കാണ് മേടിച്ചു കൊടുത്തത്? ഒരു താക്കോൽ ഊരിക്കളഞ്ഞിട്ട് വേറെ താക്കോൽ ഊരിക്കളഞ്ഞ താക്കോൽ നായരായിരുന്നു, പാവം തിരുവനന്തപുരം. എന്നിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം മേടിച്ചു കൊടുത്തത്. രമേശ് ചെന്നിത്തല പാളിയത് അവിടെയാണ്. ആ ഓഫർ ഒന്ന് സ്വീകരിക്കാൻ പോയതാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനും പരിമിതികളുണ്ട്, ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ ഒരു ഒറ്റക്കെട്ടാവുകയും അതിൻ്റെ ആത്യന്തിക ഫലം ആർക്കാണ് കിട്ടാൻ പോകുന്നത്? അതിൽ അപകടം കിടക്കുന്ന അവിടെ. ഈ യോജിപ്പിനെ മുതലെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കക്ഷി ഏതാണ്? CPM അല്ല, BJP. BJPയിലേക്ക് പോയി. BJP നോക്കിയിരിക്കുക. ഇവർക്ക് ഇവിടെ 100 കോടിയുടെ ബിസിനസ്സിൻ്റെ ലൈസൻസ് കിട്ടുന്ന ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ 1000 കോടി രൂപ കൊടുക്കുന്ന BJP. ഇവിടെ സാമുദായികമായ അല്ലെങ്കിൽ സമതപരമായ പ്രശ്നമുണ്ട് എന്ന് SNDP NSSും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അതാണ് BJP വരുത്തി കിട്ടിയത്. BJPയുടെ പകുതി പണി കുറഞ്ഞു. ഈ ബെൽറ്റ്, അതായത് SNDPയിലുള്ള ഈഴവ ബെൽറ്റ് CPMലുള്ള ഈഴവ ബെൽറ്റ് തകരാതെ BJP ഒരിക്കലും ഇവിടെ ജയിക്കാൻ പറ്റില്ല. അത് തകരാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഒരു വശത്ത് മകനിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട്, പൊതു രാഷ്ട്രീയം. മകൻ ചെന്നാൽ സുകുമാരനാരെ ഇപ്പോൾ അടുക്കണമെന്നില്ല. അതിന് പകരം വെള്ളാപ്പള്ളിനെ നേരിട്ട് സുകുമാരനാരെ അടുത്തില്ല. രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾ രണ്ടുപേരും നേരെ മനസ്സ് തുറന്നാലും സംസാരിക്കണം. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇപ്പോൾ ചെറുക്കം വന്ന് പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്ത്രീധനം ചോദിക്കാൻ പോകുന്നുള്ളവരും പെണ്ണാൻ്റെ വീട്ടുകാരെ അവസാനം അറിയുന്നത്. ചെറുക്കനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇടക്കാരൻ വിളിച്ച് പറഞ്ഞു ഒരു 10 ലക്ഷം കൊടുത്തേക്കണം, അല്ലെ 25 ലക്ഷം കൊടുത്തേക്കണം. അപ്പോൾ പെണ്ണും ചെറുക്കനും ഇഷ്ടപ്പെടുകയും അവിടെ അത്ര ഒരു രംഗത്തേക്കാണ് വരുന്നത്. ഇതിൻ്റെ ബാർഗനിങ് ഉണ്ട്, ഹെവി ബാർഗനിങ് ഉണ്ട്. നാളെ LDF ആണ് ജയിക്കുന്നെങ്കിൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഭയങ്കര ബാർഗനിങ് ആയിരിക്കും. ഇത്രയും അപ്പോൾ നായന്മാരുടെ മന്ത്രിസ്ഥാനം കുറയ്ക്കേണ്ടി വരും. ഇവർക്കൂടെ തുല്യമായ റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടി വരും. CPM കൊടുക്കേണ്ടി വരും. അപ്പോൾ തിരിച്ചു പറയാം, CPI ഒരു കാലത്ത് അത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിൽ ശ്രീകുമാറിനെ അവിടെ വെക്കുകയും ആ ഒരു കളിയായിരുന്നല്ലോ അന്നത്തെ ആ സഖ്യം തകരാൻ കാരണമായത്. അപ്പോൾ ഇത് അതിനെക്കാട്ടി വലിയ സഖ്യം തകർക്കാൻ പറ്റുന്ന വേറൊരു സംഭവം വരാൻ പോകും അല്ലേ? പക്ഷെ മറിച്ച് വേറെ ഒത്തിരി വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തെല്ലാം അത് കാരണം ഈ ഇത്ര സ്ഥാനം പങ്കുവെക്കണമെങ്കിൽ CPMന്റെ കയ്യിലില്ല. CPI കൂടെ ഈ കൂട്ടത്തിൽ ധാരണയ്ക്ക് നിന്ന CPI മുഴുവൻ പേര് ഇഴവരെ വെച്ചവരാണ്. ഒരു കാലത്ത് മുഴുവൻ മന്ത്രിമാർ ഇഴവരായിരുന്നു, MLAമാർ ഒരു ഇഴവരായിരുന്നു CPIയുടെ പേരിൽ. അത് ആ സ്ഥാനത്ത് നിന്ന് CPMന് ഇത്രയും കൊടുക്കാൻ മന്ത്രിമാരെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? നായന്മാരെ. അപ്പോൾ മന്ത്രിമാരുടെ എണ്ണത്തിൽ നായന്മാർക്ക് നഷ്ടം വരാൻ പോവാം. അത് വെള്ളാപ്പള്ളി അറിയണം. വെള്ളാപ്പള്ളിക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നായന്മാരുടെ മന്ത്രിസ്ഥാനം കുറച്ചേ പറ്റുള്ളൂ. അതിനോട് സുകുമാരനാർ യോജിക്കുമോ? സുകുമാരനാർക്ക് ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഈ നായന്മാർ പകരം ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും കോൺഗ്രസിൻ്റെ മുസ്ലിം മന്ത്രി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൊള്ളാവുന്ന മുസ്ലിം മന്ത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹസനൊന്നുമല്ല, കൊള്ളാവുന്ന ആരെങ്കിലും മുസ്ലിംസ് കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നാൽ അവർ മന്ത്രിമാരെ ഇതിൽ പോകും. അപ്പം ഇത് ഇവിടെ എപ്പോഴും ഈ കോൺഗ്രസ്സിലുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് എപ്പോഴും ഈ UDF വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അത് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞ് 5 ആകെ 18 20 മന്ത്രിയായിരിക്കും ഉള്ളത്. അതിനകത്ത് 5 എണ്ണം ഇവരെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു 3 എണ്ണം കൂടെ കൊടുക്കാൻ കോൺഗ്രസിനില്ല. കൊടുക്കണ്ടേ? അപ്പോൾ അന്നേരം ഇതിനകത്ത് ഈ പാപഭാരം ചുമക്കുന്നത് മൊത്തം ഇതിനകത്ത് കോൺഗ്രസിനകത്തുള്ള മുസ്ലിം സമുദായ അംഗങ്ങളാണ് എന്നുള്ളതാണ് അതിനകത്ത് ഒരു സാറേ. ഇപ്പം ആരുടെയും ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണതരങ്ങാൻ ഞാനില്ല എന്ന VD സതീശൻ്റെ ധാർഷ്ട്യം എന്നല്ല, അത് അദ്ദേഹത്തിൻ്റെ പോളിസിയാണ്. അതിനെ ധാർഷ്ട്യമെന്ന് അവർക്ക് വിളിക്കാം. പിണറായി വിജയനോ അല്ല സോറി വെള്ളാപ്പള്ളിക്കോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. VD സതീശൻ്റെ സംസാരത്തിൽ ധാർഷ്ട്യം വരുന്നുണ്ടോ എന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ K കരുണാകരൻ ഹിന്ദു മന്ത്രിയാണ്, ഈശ്വരവിശ്വാസിയാണ്, മുടങ്ങാതെ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ഗുരുവായൂർ ഭക്തനാണ്. പക്ഷെ മറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിന് പോകുന്ന വഴിക്ക് എത്രയോ പ്രാവശ്യം കാണിച്ചകുളത്തിലൂടെയും പെരിഞ്ഞേൽക്കൂടെയും K കരുണാകരൻ
ഈ വഴിക്ക് പോയിട്ടുണ്ട്, എത്ര പ്രാവശ്യം കയറിയിട്ടുണ്ട് പെരുന്നേരം, എത്ര പ്രാവശ്യം കണിച്ചുകൊള്ളങ്ങനെ കയറിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ വർഗീയ ശക്തികൾക്ക് കീഴടങ്ങുന്നില്ല, ഒരിക്കലും കരാറ് പറഞ്ഞിട്ടുണ്ട്, പറയാറില്ല. ഇവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറയാറില്ല. പക്ഷെ ചെയ്യാതിരുന്നാ പോരെ, എന്തിനു വിളിച്ചു പറയുന്നതിന് പിന്നിൽ വേറൊരു കാര്യം, ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ മോശക്കാരാണെന്ന് കാണിക്കുക എന്നുള്ളത്. അപ്പൊ അത് മറ്റു സമുദായക്കാരെ സൂചിപ്പിക്കുക എന്നുള്ള പരിപാടി അവിടെ അതാണ് ഇപ്പൊ വി ഡി സതീശന് പറ്റിയിരിക്കുന്ന മണ്ടത്തരം, ഒരു മണ്ടത്തരം. അതെ ശരി. അത് ഇവരാരെങ്കിലും എവിടെയെങ്കിലും കയറി കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പ്രസ്താവന ഇപ്പം കിടങ്ങൂർ പോകുന്ന സമയത്ത് പോലും ആൾക്കാരൊക്കെ പല രീതിയിൽ പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ കണ്ടാൽ ഒരിക്കലും തയ്യാറായിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. നമ്മുടെ മുക്രിക്ക് വരെ പെൻഷൻ കൊടുത്ത ആളാണ് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ. പക്ഷേ ഇതെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷെ വിളിച്ചുപോലില്ല, ഞാൻ അവരുടെ തിണ്ണയിറങ്ങാൻ പോകത്തില്ല, അവരുടെ വോട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാം, ഇങ്ങനെയുള്ള അഹങ്കാര വർത്താനം കരുണാകരൻ പറയില്ല. അവിടെയാണ് സതീശന് പറ്റിയത്. സതീശൻ എന്തിനാണ് ഇങ്ങനെ ഈ അലറി വിളിക്കുന്നതിന്റെ കാര്യം എന്താണെന്നുള്ളത് മറ്റുള്ളവരെ സൂചിപ്പിക്കാന്നുള്ളതാണ് അല്ലേ ഒന്നത്. രണ്ട്, ക്രിസ്ത്യൻ മുസ്ലിം കൺസോളിഡേഷൻ മാക്സിമം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒറ്റ വോട്ട് പോലും പുറത്തു പോകാതെ മുഴുവൻ UDF പെട്ടിയിൽ വീഴ്ത്തുക എന്നുള്ളൊരു തന്ത്രം കൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ പോകുന്നതുകൊണ്ട് ഞങ്ങളെ മറ്റൊരു തെറി പറയുന്നു, അവരൊന്നാകാൻ പോകുന്നു, സുമാരനാരും വെള്ളാപ്പള്ളി കുറച്ച് അവരൊന്നാകാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങളത് തകർത്തില്ലെങ്കിൽ. CPM പറയുന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളെന്ന് പറഞ്ഞ ന്യൂനപക്ഷത്തിൻ്റെ പുറകെ നടക്കുന്ന പോലെ ഇപ്പം ആ പറച്ചിൽ പറയുന്നത് കോൺഗ്രസും VD സതീശനും അത് ക്ലിക്ക് ചെയ്യാൻ. കാരണം 46% വോട്ടോറിലേക്ക് ആയി കഴിഞ്ഞു. ജയിക്കാനൊരു മൊത്തം 40 മതി. ഇവിടെ നിന്ന് കുറച്ച് വോട്ടുകൾ സംഘടിപ്പിച്ച UDF ജയിക്കും, തൂത്തുവരും. മലബാറിൽ ഈ 60 സീറ്റുണ്ട്. മലപ്പുറം വരെയുള്ള ഈ 60 സീറ്റ് എത്ര സീറ്റ് അടുത്ത വർഷത്തിന് കിട്ടുന്ന കാത്തിരുന്ന് കാണണം. ഈ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന റിസൾട്ട് കോർപ്പറേഷൻ ഉണ്ടായിരിക്കും. രമേശ് ചെന്നിത്തല ചാർജ് ആയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആർക്ക് കിട്ടുമായിരുന്നു നോക്കിയിരുന്ന കാണാം. എല്ലാം പോയില്ലേ. SNDP NSSന്റെ ഈ ഒരു കൂട്ടുകെട്ട് ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അത് ഒരു വർഷത്തിനകത്ത് തകരും എന്ന് ഞാൻ പറഞ്ഞാൽ സാറ് എന്ത് പറയും? ഒരു വർഷം വരാൻ വേണ്ടത്തിലായിരിക്കും സാറ് പറയാൻ പോകുന്നത്. ഇല്ല, അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ കാലയളവെന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാമതൊരു പ്ലെയർ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഓഫ് സൈഡായിട്ട് നിൽക്കാൻ പോയാൽ ഫുട്ബോളിൽ ഓഫ് സൈഡ് നിൽക്കുന്നതാണ്. ഏത് സമയത്തും കയറി ഗോൾ അടിക്കും, റഫറി കാണാതെ ഗോൾ അടിക്കും. ഓഫ് സൈഡാണെന്ന് അറിയാത്ത ഇത് BJP NSSൻ്റെ കൂടെയുണ്ട്, SNDPയുടെ കൂടെയുണ്ട്, അത്യാവശ്യം ക്രിസ്ത്യൻ സഭകളുടെ കൂടെയുണ്ട്. അവർ വെറുതെ ഡയറക്റ്റായിട്ട് ഇവർക്ക് കയറി ചെല്ലാൻ പറ്റിയില്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ മറിച്ച് സൂത്രപ്പണിയിൽ കൂടെ ഇവരേത് സമയത്തും ഈ കലക്കവെള്ളത്തിൽ ചൂണ്ടയിടുകയും ചിലപ്പോൾ മീൻ പിടിക്കുകയും ചെയ്തു. ഇവരുടെ സഖ്യം ശക്തമായാൽ BJPക്ക് ഏറ്റവും സ്വാധീനിക്കാൻ പറ്റുന്ന ആൾ വെള്ളാപ്പള്ളിയാണ്. അങ്ങനെ വെള്ളാപ്പള്ളിയെ സ്വാധീനിച്ചാൽ അതിന് NSS വഴങ്ങി കൊടുക്കേണ്ടി വരും. സുമാരനാർക്ക് എങ്ങോട്ട് മാറുന്നതിന് കുഴപ്പമില്ലെന്ന് ഇപ്പോൾ തെളിയിച്ചില്ലേ. SNDPയുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുമെങ്കിൽ BJP ആയിട്ട് യോജിച്ച് പോകത്തില്ല. അതിന് SNDP ആയിട്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് യോജിച്ചൊരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സുമാരനാർക്ക് പറ്റുമെങ്കിൽ നാളെ BJP ആയിട്ട് യോജിക്കത്തില്ലേ. തമ്മിൽ ചെളിവാരി എറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇത് ചെളിവാരി എറിഞ്ഞിട്ടാണ് ഇവർ യോജിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്. അതെ അതെ. എന്തെല്ലാം ഇവിടെ നവോത്ഥാനം മുതൽ എന്തെല്ലാം ഉണ്ടാക്കി. ന്യായന്മാരെ തെരുവ് പറഞ്ഞുണ്ട്, സവർണരെ തെരുവ് പറഞ്ഞുണ്ട്, ഇല്ലാത്ത കഥയും പറയും, ഞങ്ങളുടെ മല കുറച്ച് കാര്യം പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല, എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതൊക്കെ കുറേ ചരിത്രമാണ്. ഇപ്പം നിങ്ങൾ മുമ്പ് പറഞ്ഞ ചരിത്രമില്ല, 40-ലെ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ. അങ്ങനെ നമുക്കറിയപ്പെടാത്ത ഒത്തിരി ചരിത്രങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ സംഭവങ്ങൾ ഒത്തിരി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് ആരും മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാനിത് അറിയുന്നത്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിങ്ങിൽ മന്നം കരഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഈ ഇപ്പം ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ കഴിഞ്ഞ പ്രാവശ്യം അവർ 10% സംവരണം NSS എടുക്കട്ടെ എന്നുള്ള നിലപാടിൽ അവർ വരികയൊക്കെ ചെയ്തിരുന്നു. അത് നല്ല തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഈ വ്യക്തിപരമായി അവരെ അകറ്റി നിർത്തുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇരു സമുദായങ്ങൾക്കും ഗുണകരമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. വലിയ സാറേ, അത് ആരെ ദ്രോഹിക്കാനല്ലല്ലോ. അല്ല, സമുദായങ്ങൾക്ക് ഗുണകരമാകുന്നത് പൊതുസമൂഹത്തിനോട് ഗുണകരമാണ്. പൊതുസമൂഹത്തിൻ്റെ പേര് സംസാരിച്ച പോലെ ഈഴവന് മാത്രമായിട്ട് എന്താ പ്രശ്നം, നായർക്ക് മാത്രമായിട്ട് എന്താ പ്രശ്നം, മുസ്ലിമിന് മാത്രമായിട്ട് എന്താ പ്രശ്നം? NSSനെ സംബന്ധിച്ച് പറയുമ്പോഴും ഒരു കാര്യം പറയണം സാറേ, ഇത്രയും നാളായിട്ടും എന്തെങ്കിലും ഒരു സമരത്തിനോ അല്ലെങ്കിൽ ഒരു ബന്ധുണ്ടാക്കാനോ ഹർത്താൽ ഉണ്ടാക്കാനോ എവിടെങ്കിലും അലോസരം ഉണ്ടാക്കാനോ ശ്രമിക്കാത്തൊരു സമുദായമാണ് നായർ സമുദായവും. വെള്ളാപ്പള്ളിയുടെ സമുദായം അങ്ങനെ തന്നെയാണ്, അവരുടെ സമുദായം അങ്ങനെ തന്നെയാണ്. ഇവർ തമ്മിലും ഒരു സ്പർദ്ധയൊന്നും ഇല്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ
ഇവർക്ക് യോജിക്കുന്നതിന് പിന്നെ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ കുറച്ച് മാറ്റിവെച്ചാൽ മുന്നോട്ട് പോകാൻ ഒരു പാടുമില്ല. സാധാരണ ആരും മുഴുവനും പോകാൻ പറ്റും. ഇവർക്ക് താല്പര്യങ്ങളുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. കോളേജ് കൊടുക്കുമ്പോൾ തുല്യം വേണമല്ലോ, ഞങ്ങൾക്ക് ജനസംഖ്യ കൂടുതലുണ്ട്, ഞാൻ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഒരുത്തം പറഞ്ഞാൽ പോരെ. വെള്ളാപ്പള്ളി പറയണമെന്നില്ല, SDP വേറൊരാളെ പറഞ്ഞാൽ പോരെ, വിദ്യാർത്ഥികൾ പറഞ്ഞാൽ പോരെ. വെള്ളാപ്പള്ളി ഈഴവനെ വഞ്ചിച്ചിരിക്കുന്നു, നായന്മാർക്ക് മുഴുവൻ കോളേജും കൊടുത്തു, നമുക്കത്രയും തന്നില്ല, നമ്മളാ ജനസംഖ്യ കൂടുതൽ, തീർന്ന പ്രശ്നം. നിങ്ങളുടെ ഈ സഖ്യം കൊണ്ട് നമുക്ക് എന്ത് നേടി? എന്ത് നേടി? വെള്ളാപ്പള്ളി നമ്മളെ മൊത്തം വിൽക്കുകയായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടുന്ന് വരാൻ തുടങ്ങും. എല്ലാ തീവ്രവാദ ചിന്ത വളർത്തുന്നതും അവരെക്കാൾ കൂടുതൽ തീവ്രവാദം പറയാൻ സെക്കൻഡ് ടീം വരും, എല്ലായിടത്തും വരും. പക്ഷെ അത് മനഃപൂർവ്വം ഇത് പിന്നെ ഈ ഭരണം കിട്ടുന്ന ആൾക്കാർ അത് മനഃപൂർവ്വം ഒരു സമുദായത്തിന് മാത്രം വെച്ച് നീട്ടി കൊടുത്ത് മറ്റവരെ കൊണ്ട് അത് പറയിപ്പിക്കും. അതാണ് അതിൻ്റെ മിടുക്ക്. പറയിപ്പിച്ച് ഇവരെ തമ്മിൽ അടുപ്പിക്കും. ഇവിടെ ഇപ്പം ഏറ്റവും വലിയ മെച്ചം ഞാൻ കാണുന്നത് ഈ SNDP NSS യോജിപ്പ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടൊരു പ്രത്യേകത ചിലപ്പോൾ ഉണ്ടാക്കണമെന്നില്ല. ആ യോജിപ്പ് ഫലത്തിൽ പ്രകടിപ്പിക്കൂടാൻ പോകുന്ന വോട്ടായിട്ട് പോലും ചിലപ്പോൾ ശബരിമല വിഷയം ഉണ്ടായതുപോലെ BJPക്കോ CPMനോ വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ഈ രണ്ട് സമുദായങ്ങളും മനസ്സിലാക്കുകയും ഈ രണ്ട് സമുദായങ്ങൾ ചേർന്ന് UDFന് അനുകൂലമായി ചിന്തിച്ചാൽ തീർന്നില്ല. കാര്യം നടക്കാൻ കോൺഗ്രസ് വേണം. ശബരിമല അവസാനം മുതലെടുത്ത് സമരം ചെയ്യാൻ മുമ്പ് നിന്നേരാം. ഇപ്പം ഞാൻ ചോദിക്കാം, നാളെ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ ഇപ്പോഴത്തെ ഈ ധാരണ മാറ്റാൻ പാടില്ലാഴികയുണ്ടോ? നാളെ VD സതീശനെ മാറ്റിക്കോളാം, അതിന് ഇപ്പോൾ അങ്ങക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ഒരാളെ ഞങ്ങൾ മുഖ്യമന്ത്രി ആക്കിക്കോളാം എന്ന് പറഞ്ഞ നിലപാടുമായിട്ട് ആരെങ്കിലും ചർച്ചയ്ക്ക് ചെയ്യുന്നത് അത് അംഗീകരിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളൊരു കുറുക്കുവഴിയും ചിലപ്പോൾ ഉണ്ടാവും. ഇനി ഓരോ സ്റ്റേജിലും ഇങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ആരെയായിരിക്കും പറയാൻ സാധ്യത? വേണുഗോപാലിനെ ആയിരിക്കും, രമേശ് ചെന്നിത്തല ആയിരിക്കും, ആരെയായിരിക്കും പറയാൻ സാധ്യത? രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനങ്ങൾ ഞെട്ടിക്കുന്നതായിരിക്കും. വേണുഗോപാലിനെ അഖിലേന്ത്യാ സെക്രട്ടറിയൊക്കെ ഇപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പ്രതീക്ഷിച്ചു വേണുഗോപാലിനെ? JB മേത്ര മഹാസമാജത്തിൻ്റെ പ്രസിഡന്റ് ആക്കിയില്ലേ? ആരെങ്കിലും പറഞ്ഞു? അപ്പോൾ അത് വേണുഗോപാലിനെ ആരാക്കി? രാഹുൽ ഗാന്ധി ആക്കി. അത്രയും സ്റ്റൗട്ടുള്ള അപ്പോൾ അവിടെ തന്നെ നോർത്ത് ഇന്ത്യയിൽ തന്നെ ഈ കർണാടകത്തിലെ ശിവകുമാറും ഇതിനേക്കാൾ വേണുവിനേക്കാൾ ബന്ധങ്ങളുള്ളവരുണ്ട്. പക്ഷെ വേണുവിനെ ആക്കി അതിനെന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കാണും. വേണു ഷമാ മുഹമ്മദ് അല്ലെങ്കിൽ JB മേത്ര ഇങ്ങനെയുള്ളവരെ വേണു കൊണ്ടുവരുന്നത് അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ കൊണ്ടുവരാൻ നോക്കുകയാണ്. മറിച്ച് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കണക്ക് കൂട്ടുന്ന CPM ഒരു വലിയ എന്നാ പറയുന്നത് ഈ കാഞ്ഞിരത്തല്ല ചുട്ടു പട്ടിക്കിട്ട് കൊടുത്താൽ കടിച്ചു കഴിയുമ്പോൾ ചത്തു പട്ടി എത്തു കാഞ്ഞിരത്തിൻ്റെ വീഴാൻ തോന്നും, കാര്യം തോന്നും. അപ്പോൾ അതുപോലെ മട്ടൻ ഇറച്ചിയിലും ഈ കാഞ്ഞിരത്തിൻ്റെ തോരോ വേരോ കൊടുത്ത് ഇറച്ചി പട്ടിക്ക് കൊടുത്ത് ചത്തു പോകും. അതുപോലെ പിണറായി വിജയൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നാളെ തർക്കം അസംബ്ലി സീറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നായർക്ക് ഇത്ര വേണം, ഈഴവിന് ഇത്ര വേണം എന്നുള്ള തർക്കം അവിടെ അപ്പം തന്നെ തുടങ്ങിയില്ല. കാരണം ഇപ്പം തന്നെ ആരാണോ കൂടുതൽ അവിടുത്തെ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ജനസംഖ്യ അനുസരിച്ച് ഈഴവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു 10 സീറ്റ് കുറവേ നായർക്ക് പോകും. ജനസംഖ്യ അനുസരിച്ച് ഉപയോഗിക്കേണ്ട പറയുകയെന്ന് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ തനി ജാതിയുമായിട്ട് സീറ്റ് കൊടുക്കാൻ പറ്റിയ വിഭജിക്കാൻ പറ്റിയില്ല. രണ്ടു കൂട്ടരും സീറ്റ് കാര്യത്തിൽ ഇടപെടും, ഉറപ്പായിട്ടും വിഭജനത്തിൽ അവരുടെ ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കും. ഇപ്പോൾ BJP നോക്കും, കോൺഗ്രസ് അത്രയും കോൺഗ്രസിനെ കൊണ്ടുവരാൻ നോക്കും. താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാണ്ട് ഇവർ നോക്കും. അവിടെയാണ് ഇവിടെ സംഘർഷം തുടങ്ങാൻ പോകുന്നത്. അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ടോ എന്നുള്ള പ്രശ്നം. അല്ലെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ VD സതീശൻ മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിയാകാതെ പോയത്? എന്തുകൊണ്ടാണ് ശിവകുമാർ ആ സ്ഥാനത്തേക്ക് വന്ന്? ശിവകുമാറിനെ ആരെങ്കിലും അറിയുമായിരുന്നു? പെരുന്ന VD സതീശനെ പാടില്ല, പിന്നെ ഞങ്ങൾ വേറെ ആളെ തരാം, ശിവകുമാറിനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. VD സതീശൻ അല്ലല്ല, സുകുമാരൻ പറഞ്ഞല്ലോ VD സതീശനെ ആക്കരുത് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞല്ലോ, ശിവകുമാറിനെ ആക്കണം. അങ്ങനെയാ പറഞ്ഞത്. അതിന് മാത്രം മന്ത്രിപദം കിടപ്പല്ല. VD സതീശനെ ആക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലേ? പക്ഷെ ശിവകുമാറിനെ മന്ത്രിയാക്കണം. അപ്പം അത്രയ്ക്ക് മന്ത്രിസ്ഥാനം വേണ്ട. ആണുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥാനം പോയ ആളാണ് പിന്നെയും ഇങ്ങനെ ഇവർക്ക് കീഴടങ്ങാൻ നിൽക്കുന്നത്. ഏതായാലും ഏതെങ്കിലും മതസമുദായിക അംഗങ്ങൾ ഇതിനെ കീഴടങ്ങണം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് എല്ലാ സമുദായങ്ങളോടും എല്ലാ മതങ്ങളോടും ഇതേ നിലപാട് തന്നെ ആയിരിക്കണം അങ്ങ് എടുക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഒരു വാചകം കൂടെ പറഞ്ഞിട്ട്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പം ഈ നമ്മൾ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സമുദായ രാഷ്ട്രീയ രംഗങ്ങളിൽ
വളരെ വളരെ വിപ്ലവകരമായ നല്ല കാര്യവും ചീത്ത കാര്യവും ഉണ്ടാക്കാൻ കഴിയും. ഉണ്ടാക്കാം. ഏതായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.